ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെ നമ്മൾ പോവുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ഒരുപാട് അധ്വാനമുണ്ട്. വോട്ടർമാരെ നേരിൽ കാണണം, അവർക്കിടയിൽ ജനസ്വാധീനം ഉണ്ടാകണം, ജനസമ്മതി ഉണ്ടാകണം. അതൊന്നുമല്ലാതെ വിജയിക്കാൻ ചില വഴികൾ കൂടിയുണ്ട്. അത്തരം വഴികൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ BJP പലയിടത്തായി പയറ്റിയത് നമ്മൾ കണ്ടതാണ്. ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിൽ ചെയ്തതുപോലെ മധ്യപ്രദേശിലും ഇൻഡോറിലും എതിർ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി പത്രിക പിൻവലിപ്പിക്കാനാണ് BJP ശ്രമിച്ചതായുള്ള വെളിപ്പെടുത്തൽ വരുന്നത്. ഇൻഡോറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ് കാന്തിബം പത്രിക പിൻവലിച്ചു. BJPയിൽ ചേർന്നതിന് പിന്നാലെ SUCI സ്ഥാനാർത്ഥികളുടെയും സ്വതന്ത്രരുടെയും പത്രികകൾ പിൻവലിപ്പിച്ച് BJP സ്ഥാനാർത്ഥിയെ എതിരില്ലാതെ ജയിപ്പിക്കാനാണ് ശ്രമം നടന്നത്. പത്രികയിൽ ഒപ്പിട്ടിട്ടില്ല എന്ന് പറയണമെന്നാവശ്യപ്പെട്ട് സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്തവരെ BJP ഭീഷണിപ്പെടുത്തിയെന്ന് SUCI സംസ്ഥാന സമിതി അംഗം സുനിൽ ഗോപാലും സ്ഥാനാർത്ഥി അജിത് സിംഗ് പൻവറും മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇൻഡോറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന അക്ഷയ് കാന്തി ബാം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച് BJPയിൽ ചേർന്നതിന് പിന്നാലെ ഇൻഡോറിലെ മറ്റു സ്ഥാനാർത്ഥികളെ പിൻവലിക്കാനുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നുകൊണ്ട് തുടർച്ചയായി ഉണ്ടായതായിട്ടുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. SUCI സ്ഥാനാർത്ഥിയെ ഉൾപ്പെടെ നാമനിർദ്ദേശം പിൻവലിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു BJPയുടെ ഭാഗത്തു നിന്നുണ്ടായതായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നത്. എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് SUCIയുടെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള സുനിൽ ഗോപാലാണ്. എന്താണ് സത്യത്തിൽ ഇൻഡോറിൽ നടക്കുന്നത്? ഇത് ഞങ്ങൾ 25-ാം തീയതി തൊട്ടേ ഇവർ ഫോളോ ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇവർ SUCI കമ്മ്യൂണിസ്റ്റിനോട് എന്ന് വെച്ചാൽ ആദ്യമായിട്ടുള്ള ഇവരുടെ ഈ എക്സ്പീരിയൻസ്. ഞങ്ങൾക്ക് മനസ്സിലായി കോൺഗ്രസ് കാൻഡിഡേറ്റ് പിൻവലിച്ചെന്നു. അതോടെ ഞങ്ങളുടെ ഗാർഡ് ഇച്ചിരി ഞങ്ങൾ കൂട്ടി. എന്ന് വെച്ചാൽ എങ്ങനെ ഇവരെ ഫേസ് ചെയ്യണമെന്നുള്ള ഇത് കൂട്ടി. പക്ഷേ ഇവരുടെ മറ്റേ ടാക്ടിക്സ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഇവർക്ക് പിടിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഇവരെ നമ്മുടെ പ്രപ്പോസേഴ്സിനെ പിടിക്കാൻ നോക്കി, അവരെ പൊക്കാൻ നോക്കി. ഒരാളുടെ വീട് വരെ പൊളിച്ച് കളയുമെന്ന് അവിടുത്തെ ലോക്കൽ കൗൺസിലർ എന്ന് ബുൾഡോസർ വെച്ച് നിരത്തി കളയുമെന്ന്. അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങളുടെ പേഴ്സണൽ അല്ല, ഞങ്ങളുടെ പാർട്ടി ആണ് സ്ഥാനാർത്ഥിയെ ഇത് ചെയ്യുന്നത്. ഒരാൾ സ്ഥാനാർത്ഥിയാകുന്നു, മറ്റൊരാൾ പോസ്റ്റർ ഒട്ടിക്കുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ കടമയാണ്. ഞങ്ങളിതിൽ ഏത് കാരണവശാലും പിൻവലിക്കാൻ ഞങ്ങളുടെ ആ ഒരു കൾച്ചറല്ല. നേരെ അവർ കുറച്ച് ത്രട്ടൻ ചെയ്യാൻ നോക്കി. പക്ഷേ എല്ലാ അടവും അവർ പയറ്റി നോക്കി. ഞങ്ങളുടെ എല്ലാ പ്രപ്പോസേഴ്സിൻ്റെയും 10 പ്രപ്പോസേഴ്സ് ഉണ്ട്. അവരുടെ വീട്ടിൽ ചെല്ലുകയോ ഫോൺ ചെയ്യുകയോ ഇതെല്ലാം ഉണ്ടാകുന്നുണ്ടായിരുന്നു. 4 മണി വരെ എന്ന് വെച്ചാൽ 3 മണിക്കാണ് ഇവർ നമുക്ക് ഇത് കൊടുക്കുന്നത്, ഇലക്ഷൻ്റെ എന്താ പറയുന്നത് സിമ്പിൾ അലോട്ട് ചെയ്യുന്നത്. പക്ഷേ അന്ന് രാത്രി 9:30 മണി വരെ ഞങ്ങൾ കളക്ടറേറ്റിലുണ്ടായിരുന്നു. ഇവർ സിമ്പിൾ അലോട്ട് ചെയ്തില്ല. അവർക്ക് അന്നേരം വരെയും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും അവർ ഒരു ഇലക്ഷൻ ഇല്ലാതെ ഇൻഡോർ ജയിക്കാമെന്നുള്ളത്. 29 तारीख को कांग्रेस का जो कैंडिडेट था उसने अपना नॉमिनेशन वापस लिया और वो BJP में शामिल हो गए. कई तरह से अलग अलग तरीके से हम लोगों पर भी दबाव बनाया गया. खासतौर पे हमारे 3 प्रस्तावक जो थे 29 तारीख को जब 11 बजे कांग्रेस के कैंडिडेट ने अपना पर्चा वापस ले लिया, उसके बाद जो काउंसलर हैं, लोकल काउंसलर जो पार्षद है BJP के, वो हमारे प्रस्तावों को घर पे गए. उन्होंने वहाँ पर बैठकर उनसे बात की और कहा कि आपको सिर्फ कलेक्टेड चलना है, बाकी सारे काम हम कर लेंगे. धमकाया भी गया. एक प्रस्तावक को घर को तोड़ने की भी धमकी दी गई.